പ്രേക്ഷകർക്ക് വരാൻ പോകുന്ന ഒരു വലിയ സസ്പെൻസും സാധനങ്ങളും ഒക്കെയാണ് സംഭവത്തിൽ പോകുന്നത്. ഒരു ബിൽഡിംഗിൽ നിന്ന് മറ്റേ ബിൽഡിംഗിലേക്ക് 10 അടി 15 അടി ഉള്ള സാധനം വെച്ചിട്ട് റോപ്പിൽ പോകുന്ന എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടി ആ കാണുന്ന ബിൽഡിംഗിന്റെ 10ാമത്തെ നിലയിൽ നിന്ന് ചാടി ഈ ബിൽഡിംഗ് ലാൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഉറപ്പാണോ? ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ, സേഫ്റ്റി മറ്റേ ഇവിടെ ഒരു കൊടുത്തുണ്ടാവും. ഞാൻ കുളത്തിൽ തൂക്കി കിടക്കുന്നു. സ്വപ്പം മ്യൂസിക് കേൾക്കാം. 你是什么想要 shopping 过什么爱你都不叫吗 ഏതോ തുടർ നാടകമാണ്. മലയാളം പാട്ട് പാടാൻ ഒരിക്കലും പറയുന്നത് കാരണം രാവില്ലാത്ത കുട്ടിയാ. ഒരു പ്രേമം തുടങ്ങിയതും ആ ഒരു ഏജിലാവും. സത്യം പറയാം, സത്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. ശ്യാമാന്ന് പ്രണയമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര ഒരു അട്രാക്ഷൻ, ഒരു ഇഷ്ടം. വർഷമായിട്ട് പേര് പോലും മറക്കായിരുന്നുണ്ട്. എല്ലാവരുടെ പേരും എനിക്ക് ഓർമ്മയുണ്ട്. കൂടെ പഠിച്ച ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എനിക്കറിഞ്ഞു. സാധ്യതേട്ടൻ പറഞ്ഞ പോലത്തെ പ്രണയാണെങ്കിൽ എനിക്ക് 1ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ഹൈദരാബാദില് കൗശിക്. വന്നിട്ടില്ല. അങ്ങനെ കാണാതെ റിലേഷനാണ്. അത് ചാറ്റ് ചെയ്ത് ഞങ്ങൾ സെറ്റ് ആയത്. നൂവിന് വേറെ പ്രേമുണ്ടായിരുന്നു. അതിൽ അഭിമാനിക്കുന്നുണ്ടോ? അഭിമാനിക്കുന്നു ചേട്ടാ. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമ്മൾ കാണുന്നതെല്ലാം ആ സ്ക്രീനിന്റെ മുമ്പിൽ എല്ലാ പ്രേക്ഷകർക്ക്, സാധാരണക്കാർക്ക് എല്ലാവർക്കും കാണുന്നത് നിങ്ങൾ അതിലൂടെയാണ്. പുറത്ത് വെച്ച് കാണുന്നത് വളരെ അപൂർവങ്ങളിലാണ്. ഇപ്പൊ ഇത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ് സീരിയലുകളൊക്കെ നടക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടുതൽ ഇവിടെ ആയിരിക്കും. ഇപ്പൊ ദൂരോട്ടൊക്കെ വരുമ്പോ ഇപ്പൊ കണ്ണൂരും ഇപ്പൊ നമ്മൾ ഓരോ കസിൻസിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ നിങ്ങളെ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര അപൂർവമായിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ പുറത്തുനിന്നുള്ള ഓഡിയൻസിന്റെ നിങ്ങളുടെ ആരാധകരുടെ ആ സ്നേഹപ്രകടനം എങ്ങനെയാണ്? മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരുപാട് അനുഭവമുണ്ട്. പക്ഷെ എനിക്ക് ഗീതാഗോവിന്ദത്തിൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവമല്ല ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ ഗീതാഗോവിന്ദം സീരിയൽ കണ്ടിട്ടാണ് അവരുടെ ഒരു ഡേ തുടങ്ങുന്നത്. അപ്പൊ അവര് രാവിലെ പല്ലിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഉറക്കം എണീറ്റ് ആദ്യം വന്ന് TV ഇട്ട് ഹോട്ട്സ്റ്റാറില് ജിയോ സ്റ്റാറില് അവർ ആദ്യം കാണുന്നത് ഗീതാഗോവിന്ദമാണെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ? ഇത് ഒരാളല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് പേര്, ഒത്തിരി പേര് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു മാസ് അഭിപ്രായമാണത്. അവര് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ സീരിയൽ കാണുമ്പോൾ അതിനകത്ത് വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ വിഷമിക്കാൻ ഒരു സീൻ ഉണ്ടെങ്കിൽ തന്നെ വിഷമിച്ച സീനിന്റെ ലാസ്റ്റ് കൊണ്ട് നിങ്ങൾ ആ സീനിനെ ഒരു പോസിറ്റീവായിട്ട് കൊണ്ടുവരും. ഇപ്പൊ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് ആ ഒരു സീനിൽ ഒരു കോമഡിയിലായിരിക്കും ആ സീൻ മൊത്തം വർക്കൗട്ട് ചെയ്യുന്നത്. അത് വിനുചേട്ടന്റെ ഇപ്പോഴത്തെ നമ്മുടെ റൈറ്റർ വിനുചേട്ടന്റെ ഒരു വലിയ കഴിവാണ്. ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള സീനായിരിക്കും, പക്ഷെ ആ സീൻ അവസാനിക്കുന്നത് ഒരു ഹ്യൂമറിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഡേ തുടങ്ങുന്നത് നിങ്ങളുടെ സീരിയൽ കണ്ടൊരു കോഫി കുടിച്ചിട്ടാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന നമുക്കൊരു എനർജി ഉണ്ടല്ലോ, അത് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ചേട്ടൻ ഇപ്പൊ ചില സീരിയലിൽ ഭയങ്കര റൂഡായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ പഴയ നമുക്ക് നേരത്തെയുള്ള ആർട്ടിസ്റ്റുകൾ പലരും പറഞ്ഞിട്ടുണ്ട്, ചിലരൊന്നും തല്ലിയിട്ടുണ്ട് അമ്മമാരൊക്കെ വന്നിട്ട്, എന്തിനാണ് അവളോ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നല്ല ക്യാരക്ടർ ചെയ്യുമ്പോൾ നല്ല സ്നേഹം കാണിക്കുന്നതും നമ്മള് നെഗറ്റീവ്, അത് ആ ക്യാരക്ടറിന്റെ വിജയമായിട്ട് ഓരോരുത്തർക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നു പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും അനുഭവം? അല്ല, അത് എന്നറിയോ, അത് ഒരു പണ്ടത്തെ കാര്യമായി പറയുന്നത്. അതായത് മുമ്പ് എന്നെയും തല്ലിയിട്ടില്ല, പക്ഷെ ഈ പറഞ്ഞ ഈ അലവലാതിയുടെ സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്ന ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് എന്നെ ക്രോസ് ചെയ്ത് പോകില്ലായിരുന്നു. അയ്യോ, അതിൽ കണ്ട് പേടിച്ചിട്ട്, അത് സ്ത്രീ എന്ന് പറയുന്ന ഒരു സീരിയലിൽ അതിൽ കണ്ടിട്ട് പേടിച്ചിട്ട് ആ കുഞ്ഞ് എന്നെ ക്രോസ് ചെയ്ത് പോയില്ല, കൈ എഴുതാൻ പോയില്ല. ആ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോയിട്ട് അതിന്റെ അച്ഛൻ്റെ നിങ്ങളെ കണ്ട് പേടിച്ചിട്ടാണ് വരാത്തത്, കൈ എഴുതാൻ പോകാത്തത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിഷമം ഉണ്ടാവാറുണ്ടോ? നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, നമ്മളത് ആസ്വദിക്കുകയല്ലേ ചെയ്യണം. പക്ഷെ ഇന്നതില്ല. ഇന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം, കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ട് ആ ഒരു വെറുപ്പില്ല. പക്ഷെ ഇപ്പൊ പറയുന്നറിയോ, നമ്മൾ നല്ലൊരു വില്ലൻ കഥാപാത്രം നമ്മൾ സീരിയൽ ചെയ്യുമ്പോൾ അയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറയും. സ്നേഹം വരുമ്പോ പണ്ടത്തെ പോലെ തന്നെയാണ്, ഇരട്ടിയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. തീർച്ചയായിട്ടും.
അതെ. ആ പണ്ടത്തെ ആ ഒരു വ്യത്യാസം ഇപ്പൊ ഇത് മാറി. നമ്മുടെ ക്രൂരനായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ നന്നായിട്ട് അയാൾ നന്നായിട്ട് ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറയുന്നു. അതെ, അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ സെറ്റിൽ പറ്റിക്കപ്പെടുന്ന ഒരാളാണ് അല്ലെ? ആരാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കാറുള്ളത്? ഞാൻ വളരെ ഇന്നസെന്റ് ആണ്. അതാണ്. പിന്നെ അവിടെ എന്റെ തലയ്ക്ക് മൂത്തവരും ആണല്ലോ. തലയ്ക്ക് മൂത്തതാ ഞാൻ വന്നപ്പോ ലൈക്ക് എല്ലാരും കുറെ സീനിയേഴ്സ് ഒക്കെയാണ്. നമ്മുടെ വൈബുള്ള കുറച്ച് പിള്ളേര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും തലയ്ക്ക് മൂത്തവരാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കി അവിടുത്തെ പിള്ളേരെല്ലാം ഒറ്റ കാര്യമുള്ളൂ, സീനിന് ഗീതു ചേച്ചി എന്ന് വിളിക്കും, അത് കഴിയുമ്പോ ബിന്നി ചേച്ചി എന്ന് വിളിക്കും. അപ്പൊ ചേട്ടൻ മെയിൻ ആയിട്ട് സാധു ചേട്ടൻ സ്ഥിരം വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഞങ്ങൾ കൂടുതൽ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ഒന്നിച്ചിരുന്ന് കൂടുതൽ സംസാരിക്കുന്നതൊക്കെ ഞങ്ങളായിരിക്കും. അപ്പൊ ചേട്ടന് പല കാര്യങ്ങളും ഇൻഡസ്ട്രിയിലെ കാര്യങ്ങള് ലൈക്ക് ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത്, അതിന്റെ സീനിന്റെ കാര്യങ്ങള് മറ്റേത് മറിച്ചതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ ഞാൻ ഇതെല്ലാം വെള്ളം തൊടാതെ ഇതെങ്ങനെയാണ് ഇന്ന ഇത് വരുമ്പോ സീൻ വരുമ്പോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സാറിനോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു ധാരണയാണ് എനിക്ക്. അങ്ങനെ എത്ര തവണ എത്ര മണ്ടത്തരം ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഞാൻ അത് പോയി ബാക്കിയുള്ളവർ അത് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ്, അതെങ്ങനെയാണ്, സത്യമായിട്ടും സാഞ്ചേട്ടൻ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അതിലൊരു റിയാലിറ്റിയിൽ ഒത്തിരി തവണ ഞാൻ മണ്ടിയായിട്ടുണ്ട്. ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ബെറ്റും വെക്കും. സാധാരണ അറിയാം, ബെറ്റ് 500 രൂപ 10,000 രൂപ. ഇവിടെ ഒരു സാധാരണ ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൽ ഒരു കാരണവശാലും അതിനനുസരിച്ച് ഡെവലപ്പ് ആവാൻ പറ്റാത്ത ഒരു ഹോട്ടൽ, വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോട്ടൽ. ഞങ്ങളൊരു ദിവസം രാത്രി വൈകുന്നേരം പറയുന്നത് അവിടെ സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയിട്ടുണ്ടെന്ന്. അവിടെ ആർട്ടിസ്റ്റുകൾ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ കൂടെ വേറൊരു കുട്ടിയുണ്ട് പ്രതീക്ഷ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവളും സാജേട്ടനൊക്കെ ഇരിക്കുകയാണ്. സാജേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന്. അപ്പൊ നമുക്കറിയാവുന്നതല്ലേ, ഞാൻ പോയിട്ടില്ല അങ്ങനെ, എങ്കിലും ഇവള് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന. അപ്പൊ അവള് ഞാൻ പറഞ്ഞു ഇല്ല അവിടെ കാണാൻ സാധ്യതയില്ല. ഇല്ല ഉണ്ട്. എന്റെ അനിയനായിട്ട് ദേവയാണ്, ഞാൻ ദേവയുടെ കണ്ണു കാണിച്ചിട്ട് ഞങ്ങൾ അത് സ്ഥാപിച്ചു. അവിടെ ഏറ്റവും മുകളിൽ 2 ദിവസമായാലും സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയിട്ടുണ്ട്. പെർ അവർ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുളിക്കാം. ഇവരങ്ങ് പറയുക. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് അല്ല, അപ്പൊ ഉടനെ ബെറ്റ് വെക്കാന്ന്. ശരി ബെറ്റ് വെക്കാം, 10,000 രൂപ ബെറ്റ്. അത് ഇങ്ങേര് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സംശയം, ഇങ്ങേര് 10,000 രൂപയ്ക്കൊക്കെ ബെറ്റ് വെക്കണമെങ്കിൽ ചിലപ്പോ അവിടെ വന്നോ നമ്മളറിയാതെ അങ്ങനെ ചിന്തിച്ചേട്ടാ. എന്നിട്ട് ശരി പ്രതീക്ഷയും ഞാനിവിടെ എങ്കിലും ശരി ബെറ്റ് വെക്കാന്ന് പറഞ്ഞു. ബെറ്റ് വെച്ചു. നമ്മൾ പറഞ്ഞില്ല നോക്കാം ബെറ്റ്. അല്ല ഇവർ ഇങ്ങോട്ട് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു സ്വിമ്മിംഗ് പൂളിനെ ഞാൻ നന്നാക്കി 10,000 രൂപ, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അപ്പൊ അവരൊക്കെ കൺഫേം ആയി. എന്നിട്ട് പിറ്റേന്ന് പ്രതീക്ഷ അവിടെ ഹോട്ടലിൽ ചെന്നതും ചേട്ടാ ഇവിടെ എവിടെ സ്വിമ്മിംഗ് പൂള്, എനിക്കൊന്ന് പോകാൻ അഭിമാനിക്കുകയാണോന്ന് വിചാരിച്ചു കാണും. മോളെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അത് റീസെന്റ് ഇങ്ങയുടെ കയ്യിൽ നിന്ന് ഒരു ഇതുപോലെ ഒരു ലോഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അല്ല എന്നിട്ട് ആലോചിച്ച് നോക്ക്, എന്നിട്ട് ഇത്രയും മണ്ടത്തരം കാണിച്ചിട്ട് എന്റെ അടുത്ത് നോക്കണം 10,000 രൂപ തന്നെ. ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു മണ്ടത്തരം വിശ്വസിച്ചിട്ട് നീ 10,000 രൂപ ചോദിക്കേ. പ്രതീക്ഷ 2 പേരും വന്ന് ചോദിച്ചു 10,000 രൂപ. ഞാൻ ഇത്രയും മണ്ടത്തരം കാണിച്ചിട്ട് 10,000 രൂപയ്ക്ക് വല്ല ഉളുപ്പുണ്ടാവും കഴിച്ചു. അല്ല നമ്മള് നേരത്തെ പറഞ്ഞത് പറ്റിച്ചല്ല കേട്ടോ. ഇപ്രാവശ്യം റോപ്പിൽ കൂടെ നടക്കുന്ന ഒരു സംഭവമുണ്ട്. ഗീതു സീരിയസ് ആയിട്ട് അതിനുവേണ്ടി സാധനം ചെയ്തോ, ഡ്രസ് ചെയ്തു, ഒരു 10 അടി 15 അടി സാധനം വെച്ചിട്ട് റോപ്പിൽ പോകുന്ന ഒരു സാധനം. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിട്ട് അത് ശരിക്കും നടക്കുമോ? ഡോക്ടറാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, കണ്ടുപിടിക്കാൻ വലിയ പറ്റിയ മിഷീന് അല്ല അത് സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ. അല്ല ഞാനല്ല അല്ല ഒന്നും കൂടി പറഞ്ഞേ, ഉറപ്പാണോ അങ്ങനെ സീൻ ഉണ്ടെങ്കിൽ ചെയ്യും? ഒറ്റ കാര്യമുള്ളൂ, സേഫ്റ്റി മറ്റേ ഇവിടെ ഒരു കുളത്തുണ്ടാവും, ഞാൻ കുളത്തിൽ തൂക്കി കിടക്കും. ആ കുളത്ത് പിടിക്കുന്ന ആരായിരിക്കും? ഞാൻ തന്നെ പക്ഷെ താഴെ നെറ്റൊന്നും കാണില്ല. അപ്പൊ അതിയല്ലോ വീഴുമ്പോഴാ റിയാലിറ്റി ഒറിജിനാലിറ്റി. അല്ല ഈ കുളത്തിൽ തൂക്കി കിടക്കും. നല്ല അതായത് ഇനി പ്രേക്ഷകർക്ക് വരാൻ പോകുന്ന ഒരു വലിയ സസ്പെൻസും സാധനങ്ങളും ഒക്കെയാണ് സംഭവത്തിൽ പോകുന്നത്. പ്ലാൻ ഓൾറെഡി കിട്ടി. അല്ല ഇപ്പൊ പിന്നെ വിചാരിക്കും ഈശ്വര അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്നെ കൊണ്ട് 25 ടേക്ക് അല്ലേ. ഇപ്പൊ സപ്പോസ് അങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബിൽഡിംഗിൽ ആ ബിൽഡിംഗിലേക്ക് കയറില് തൂങ്ങുന്നു നടക്കുന്നുണ്ടോ സാർ
ഒറ്റ തവണ ചെയ്താൽ മതി, നമുക്കത് ശരിയാക്കാം. ഒറ്റ തവണ എന്നിട്ട് ഒന്ന് നടന്നു കഴിയുമ്പോ ഒരു തവണയും കൂടെ ഒന്നുകൂടെയും കൂടി ഇനി ലാസ്റ്റ് ഒറ്റ തവണ എന്ന് പറഞ്ഞിട്ട് ഒരു 8-10 ടേക്ക് എടുക്കും. ബിന്നിയെ കൊണ്ട് അമ്പലത്തിൽ പടിയേറ്റ സാധനമുണ്ട്. എന്നിട്ട് സാഞ്ചേട്ട പ്രശ്നമൊന്നുമില്ല, എടുത്ത കുഴപ്പമില്ല. അപ്പൊ ഞാൻ ബിന്നിയെ തൂക്കി, ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എത്ര പടിയുണ്ട്? 25 പടി എന്തോ ഉള്ളു, 25-30 പടി അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, വെയിറ്റ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയ പോലെ താഴെ ഒന്ന് കയറിക്കോ എന്ന് പറഞ്ഞു. കയറി അങ്ങ് അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് മുകളിൽ പോയാൽ നമുക്ക് വേറെ പ്രശ്നമില്ല. മുകളിൽ പോയി ഓക്കെയാണ് പക്ക എന്ന് പറഞ്ഞു. നമുക്ക് സൈഡിൽ നിന്ന് ഒന്നും പ്രശ്നമില്ല, വെയിറ്റ് ഇല്ല, പ്രശ്നമില്ല. പോയി നമ്മള് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ റൈറ്റിൽ നിന്നൊന്നും കൂടെ ഓക്കെ, എന്നാലും ഒന്നും കൂടെ അല്ല, കുഴപ്പമില്ല. ഫ്രണ്ടിൽ നിന്നൊന്നും കൂടെ ലാസ്റ്റ് ഞാൻ കാലിൽ ഒരു 3 സ്റ്റെപ്പ് കയറിയാൽ മതി. ഇല്ല കേട്ടോ, അത് ആളുകൾ വിശ്വസിക്കുന്ന ഒരു 10-15 പടി കയറണം. ഒരു 25 പ്രാവശ്യം ലാസ്റ്റ് എന്റെ കൈ ഒടിഞ്ഞു. ഇത്രയും മനോഹരമായിട്ടാണ് അവിടെ സെറ്റിൽ. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ അഭിനയിച്ചപ്പോഴത്. നന്ദി മാറ്റിച്ചത്. അല്ല സാറിന് അറിയോ, സാറിന് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇൻഡസ്ട്രിയിൽ അല്ലെ വിദേശമായി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ എല്ലാം ഞങ്ങൾ തീർക്കുന്നുണ്ട്, ആവാശിയില്ല. പക്ഷെ എന്നറിയോ, അതുകൊണ്ടാണ് ജനങ്ങളിലോട്ട് എത്തണം. നമ്മള് ഞങ്ങൾ ആ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പക്ഷെ അത് കാണുമ്പോ ഉണ്ടല്ലോ, ഞങ്ങൾ പല സാധനങ്ങൾ സത്യം പറയാം ഞങ്ങൾ പല സാധനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സാറിന് എന്തോ ടയർഡാവും. അതെ, പക്ഷെ ഞങ്ങൾ റിസൾട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ശരി, ഞങ്ങൾ ഹോസ്പിറ്റലൊരു സീക്വൻസിൽ ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പ്രിയ വീണ്ടൊരു സംഭവം പൊട്ടിക്കരഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ സ്ട്രെച്ചിൽ പോകും. ആ സ്ട്രെച്ചിൽ പോയാൽ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ സാറില്ല, നമുക്ക് അവിടെ കട്ട് ചെയ്യാം മീൻസ് ഒറ്റ സ്ട്രെച്ച് എടുത്തിട്ട് പിന്നെ കുറെ കട്ട്സ് വേണമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം കൂടെ കട്ട്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാവുമല്ലോ. ഒരുപാട് കട്ട്സ് ആയി നമുക്ക് കിട്ടില്ല. ഫ്രീ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ അറ്റേ സ്ട്രെച്ച് ചെയ്യുവാണെങ്കിൽ കിട്ടും. പക്ഷെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ഗ്ലിസറിനിട്ട് ആ ഇതിലേക്ക് വന്നിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്. ഞാൻ സാറിനടുത്ത് പറയുകയും ചെയ്തു, സാർ അത് കട്ട് ചെയ്തെടുക്കും, അല്ല അത് നമുക്ക് എടുത്തു നോക്കാം, വേണ്ടെങ്കിൽ ഒന്നും. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ പിന്നെ അതിന്റെ അപ്രീസിയേഷനും നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായി. അടിപൊളി. അതാണ് അതുകൊണ്ട് അപ്പം മിണ്ടില്ല, അറിയാം. എന്ത് പറഞ്ഞാലും കുലുങ്ങൂല. അല്ല ഫൈനൽ അതാണല്ലോ, ഷൂട്ടിംഗ് സമയത്ത് ചിലപ്പോൾ കുറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലപ്പോൾ വൈഡ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് കയറി വരുമ്പോഴേ ചിലപ്പോൾ നമ്മൾ വൈറ്റ് ഫ്രെയിം ആയിരിക്കും വെച്ചേക്കണം. അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോൾ അതിന്റെ ടൈറ്റ് വേണമെന്ന് തോന്നും, അപ്പൊ ടൈറ്റ് എടുക്കും. പിന്നെ പ്രൊഫൈൽ വേണമെന്ന് തോന്നും, പ്രൊഫൈൽ എടുക്കും. പിന്നെ ക്ലോസ് വേണമെന്ന് തോന്നും, ക്ലോസ് എടുക്കും. ഒരു ഡയറക്ടറുടെ മനസ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലൊരു വിഷമമാണ്. അത് തോന്നും, പക്ഷെ നമ്മളപ്പോ കാണിക്കില്ല. അതല്ല സാധനത്താ, ഇപ്പൊ നമ്മുടെ ബിന്നിയുടെ ഏതെങ്കിലും ഒരു ഇപ്പൊ ഇമോഷൻ ആണോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആണോ എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ ചിരി വരാറുണ്ടോ? അല്ല, ബിന്നി ആദ്യം ഇമോഷൻ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഒരു പറഞ്ഞോട് സാർ പറഞ്ഞോട് പ്രശ്നം ഉണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? എന്താണ് അതിലേക്ക് എത്താതിരിക്കുന്നതാണോ? കാരണം അതൊരു മീൻസ് അതിലേക്ക് വന്നിട്ട് അത്രയും എന്താ പറയുക, റിയൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരയുമ്പോഴായാലും നമുക്ക് ബാക്കി കാണുന്ന ആൾക്കാർക്കും കരച്ചിൽ വരണമല്ലോ, ദേഷ്യപ്പെട്ട് ഞങ്ങൾക്കും ദേഷ്യം വരണമല്ലോ. പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടാലും കരഞ്ഞാലും ആ ഒരു അത്രയും ഫീൽ ഇമോഷൻ ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇനീഷ്യലി. അപ്പം അതൊക്കെ കുറെ ഒന്ന് പറയട്ടെ, ഇപ്പൊ പിന്നെ അതിന്റെ 10 ഇരട്ടി ചെയ്യും. ഭയങ്കരമായിട്ട് ചെയ്യും. ഇത് വേണം ഒരു ഡയറക്ടർ. എപ്പിസോഡ് കണ്ടാൽ തന്നെ അറിയാം, ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോഴത്തെ എപ്പിസോഡ് ഇമോഷൻ സീൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. എനിക്കറിയാം നമ്മൾ ചെയ്ത് വെച്ചത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് എന്തോന്ന് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ വെയിലത്തായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിലായിരിക്കില്ല എങ്കിൽ പോലും നമ്മൾ ആ സീന് അത് റിക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊരു റിഗ്രറ്റ്, അയ്യോ അത് എനിക്ക് നന്നായിട്ട് ചെയ്യാനുള്ള സാധനം ഞാൻ മിസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞൊരു റിഗ്രറ്റ് കിടക്കും.
അതുകൊണ്ടാണ് പിന്നെ ഇതാണ് ആ മൊമെന്റ്, ഞാൻ ചെയ്യണം അല്ലോ, ഞാൻ ചെയ്യണം. ഈ ഒരു കാര്യം സെറ്റിൽ ഏറ്റവും അലമ്പടം അച്ചടപ്പില്ലാത്ത ആൾക്കാർ കുറെ പേരുണ്ടല്ലോ. ഇപ്പൊ അമൃതയുണ്ട്, കുറെ എല്ലാരും ഉണ്ട്. എല്ലാവരും എന്റെ പൊന്നെ, ഇവരെല്ലാവരും കൂടി ഒരു പെണ്ണുങ്ങളുടെ റൂമുണ്ട്. ആ റൂമിലേക്ക് പോവാൻ പറ്റില്ല. ആ റൂമിന്റെ ആ സൈഡിൽ കൂടെ പോകാൻ പറ്റില്ല. അവിടെ ഒച്ചപ്പാടും അട്ടകാസം. എന്റെ പക്ഷെ ഞങ്ങൾ പിന്നെ ഈ റൂമിലേക്ക് അങ്ങ് കേറി കഴിഞ്ഞു ദൈവം പിന്നെ നമ്മുടെ സാജാനൊക്കെ കൂടി അങ്ങ് കേറി കഴിഞ്ഞ എന്റെ പൊന്നെ ഇരട്ടി ബഹളം. പിന്നെ സാർ അവിടെ ആ വിളി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് ഒരു മിണ്ടായിരിക്കും. പിന്നെ ആരെങ്കിലും ഒന്ന് ബോംബ് പൊട്ടിക്കും. അപ്പൊ പിന്നെ വീണ്ടും പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഇപ്പൊ നമുക്ക് ഈ അടുത്ത് കാട്ടിലൊക്കെ ഭയങ്കര ഷൂട്ട് ചെയ്ത് ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണ്? മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇങ്ങനെ ഭയങ്കര ഈ സീൻ മീൻസ് ഇതിനകത്തുള്ള എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം നമ്മളെല്ലാം എൻജോയ് ചെയ്ത് അട്ടാടി കൊണ്ടു മാത്രമല്ല വീണതാ. അത് സാറ് വീണു, ക്യാമറമാൻ 2-3 പ്രാവശ്യം വീണു. നല്ല മഴയത്തായിരുന്നല്ലേ. ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. നമ്മളൊരു സോങ് ഷൂട്ട് ചെയ്തിരുന്നു, അരുവി ഇങ്ങനെ ഒഴുകുന്ന കുറെ പാറയും അതിന്റെ ഇടയ്ക്ക് നല്ല കുത്തൊഴുക്കുകളായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാറയെല്ലാം പായലായിട്ടായിരുന്നു. ക്യാമറമാൻ എത്ര തവണ വീണു? മനുഷ്യന്റെ 1-2 തവണ വീണു. ഞാൻ 2-3 പ്രാവശ്യം ഞാനും വീണു. ഭയങ്കര റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനം. അതൊന്നും വെള്ളച്ചാട്ടമായിരുന്നു. അതിന്റെ അവിടെ തന്നെ സോങ്ങിന്റെ ഇങ്ങനെ എടുത്തൊക്കെ കറക്കൊക്കെ വേണമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ സാഞ്ചേട്ടനൊക്കെ വീണു. അട്ടകടി കൊണ്ടിട്ടുണ്ട് ഒത്തിരി. പിന്നെ കാട്ടില് വലിയ അട്ടയില്ലേ, വലിയ അട്ട, അതൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ കിടക്കുകയും അങ്ങനെ ഒന്നും ചെയ്യാത്ത ആട്ടയുണ്ടല്ലോ. അതൊന്നും ചെയ്യില്ല. നമുക്ക് കാണുമ്പോ ഒരു അപ്പ് വരില്ലേ. അല്ല മീൻസ് അത്ര ചെളിയിലാണ് നമ്മൾ രാത്രി ടെന്റൊക്കെ അടിച്ച് കിടക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ. ആ ശരിക്കും അട്ടയുടെ മുകളിലും ചെളിയിലൊക്കെ സൈഡിലാണ് കിടക്കുന്നത്. അട്ടയുണ്ട് വിശേഷമൊക്കെ പറഞ്ഞു ഒരുപാട് നല്ല സീക്വൻസുകൾ. അത് ശരിക്കും നമ്മൾ അന്ന് ചെയ്ത സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്തു. പിന്നെ അത് കണ്ടപ്പോഴും നമ്മൾ എൻജോയ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ട്രിപ്പൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊമെന്റ്സ് ആ മനസ്സിൽ കിടക്കില്ലേ, അതുപോലെ ഉള്ള ഒരു സംഭവമായിരുന്നു. നമ്മൾ മൂവീസിലൊക്കെ കാണുമ്പോഴും ഈ ഫോറസ്റ്റിലൊക്കെ പോയി ചെയ്ത് കാണുമ്പോഴും നമുക്ക് ഒരു ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും. ഈ നമ്മൾ ഈ ഫോറസ്റ്റിലൊക്കെ പോയി ഞങ്ങൾ 6-7 ദിവസം ഫോറസ്റ്റിലൊക്കെ കൊണ്ടുപോയിട്ട് അടിച്ചുപൊളിച്ച് ഞങ്ങൾ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞാണ് നോക്കുന്ന ഒരു ബാംഗ്ലൂർ സീക്വൻസ് പറഞ്ഞു. ഞങ്ങള് വിചാരിച്ച് ബാംഗ്ലൂർ നമ്മളിപ്പോ ഒരു 10 ദിവസം, അതായത് ഒരു ഷെഡ്യൂൾ ഫുൾ ബാംഗ്ലൂർ. അത്രയും സീക്വൻസ്. ഞാനുണ്ട്, ബിന്നിയുണ്ട്, അമ്പി ചേച്ചിയുണ്ട് ബാംഗ്ലൂർ അല്ലേ, കിഷോർ അഖിനുണ്ട്. അപ്പൊ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഞങ്ങൾ പോയി ബാംഗ്ലൂർ അടിച്ചു പൊളിക്കുകയാണ്. 10 ദിവസം എല്ലാരും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ച്. ഒരു ദിവസം ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല. ഇത് മൊത്തം ഇവിടെ ചീറ്റ് ചെയ്തു. ആ ബാംഗ്ലൂർ ഫുള്ള് ഒറ്റ ദിവസത്തേക്ക് പോയി. ബിന്നിയെ മാത്രം കൊണ്ടുപോയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, നിങ്ങൾ ആരുമില്ല, ഞാൻ മാത്രം ബാംഗ്ലൂരിൽ പൊതിക്കുന്നു പറഞ്ഞു. രാവിലെ അവിടെ ചെന്ന് നോക്കുമ്പോഴുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഒരു 7-9 മണി 8 മണി ഇതായപ്പം റോഡിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഞാൻ കരഞ്ഞ് ഗ്ലിസറിനിട്ട് കരഞ്ഞ് വൈകുന്നേരം 6 മണി വരെ ഞാൻ ആ റോഡിൽ കൂടെ രാവിലെ മുതൽ ഞാൻ ബാംഗ്ലൂർ സിറ്റി നടന്ന് കണ്ടു. ബസ് സ്റ്റാൻഡ് അത് ഇത് എല്ലാം ഇങ്ങനെ ഗ്ലിസറിനിട്ട് കരയെ നടക്കുക. ഞാൻ അവിടെ പോകുമ്പോ ഭയങ്കര പ്ലാനിങ്, എനിക്ക് അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം. എവിടെ ഫുഡ് കഴിച്ചത് 3 മണിക്ക്. സാർ നമ്മളെ ഇപ്പോഴത്തെ പുതിയ സീക്വൻസിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ടൂർ പോകുന്ന ഒരു സാധനം ഉണ്ട്. അതെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകുമോ? ശ്രമിക്കാം. ഞങ്ങളൊരു പ്രൊഫഷണൽ റോളുണ്ട്. ഇങ്ങനെയൊക്കെ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അളിയൻ ഇവിടെ നല്ല നീറ്റായിട്ട് സെറ്റ് ഇട്ട് തരും. ലോകത്ത് ആരും മനസ്സിലാക്കൂല അമേരിക്ക അല്ലാന്ന്. ആ രീതിയിൽ അളിയൻ സെറ്റ് ഇട്ട് തരും. എന്നാലും ഞങ്ങളെ കൊണ്ടുപോകും. അടിപൊളി. ഈ സീരിയലിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഭരണങ്ങളും കോസ്റ്റ്യൂമുമാണ്. ഒരു സ്ഥലത്ത് അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അത് ആക്സെപ്റ്റഡ് ആണ്, ആൾക്കാർക്ക് അത് വേണം. ഇപ്പൊ ഞാൻ ഇതുമായിട്ട് സംസാരിക്കുമ്പോഴും അത് വേണം ആളുകൾക്ക് അല്ലേ. പലരുടെ ഉള്ളിൽ നിന്നുള്ള റിയാക്ഷനിലും അതില്ലെങ്കിൽ അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു പോകും. അത് സീരിയൽ പാറ്റേൺ ആണ്. അതിനെ കുറിച്ചൊന്ന് പറയാം. ആ കോസ്റ്റ്യൂം ഇത്രയായിട്ട് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യിപ്പിക്കുന്നതിനെ കുറിച്ച്. നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട്. സാരി മാത്രം കഥ എന്നെക്കാൾ കൂടുതൽ ഇത് മാത്രം സാരി, ഓർണമെന്റ്സ്, കമ്മല്,
കമ്മൽ ഇങ്ങനെ നോട്ട് ചെയ്യും, ഇതിങ്ങനെ കമ്മൽ നല്ല ഭംഗിയുണ്ടല്ലോ, അത് നോക്കിയതാ കമ്മൽ നല്ല ഭംഗിയുണ്ടല്ലോ, മാല നല്ല രസമുണ്ട്, ആ സാരി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മാത്രം ഇരിക്കുന്ന കുറെ പ്രഷറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാരി ഭംഗിയുള്ള സാരി കാര്യങ്ങൾ. എന്തിനു നല്ല ഫുഡ് കൊടുത്താൽ അത് കാണാൻ, ഫുഡ് കൊടുത്താൽ നല്ല നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കുറെ സീൻസുകളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ എന്താണ് മറ്റേ വെജിറ്റബിൾ ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, അത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി അതിനകത്ത് സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാക്കി അത് കാണിച്ചു കഴിഞ്ഞാൽ നല്ല കൊതി വരും നമുക്ക്. വെജിറ്റബിൾ ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കാണിച്ചിട്ട് വെജിറ്റബിൾ ഓംലെറ്റ് കണ്ടിട്ട് എനിക്ക് എത്ര ഒരു ഫോട്ടോ എടുത്ത് അയച്ചെന്നു. നമ്മളെ സീരിയൽ കണ്ടിട്ട് വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കി ഞാൻ കഴിച്ചിരുന്നു. അപ്പൊ അത് കാണാൻ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു സീക്വൻസ് നമ്മൾ ഇതേപോലെ തന്നെ കുറെ സാരി നമ്മൾ എന്റെ കല്യാണത്തിന് സാരി എടുക്കാൻ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു ജിതേഷ് ഭായിയുടെ അടുത്ത് അവിടെ നിന്ന് മറ്റേ ചാനലിൽ നിന്ന് വരെ വഴക്ക് പറഞ്ഞു. കാരണം സാരിയുടെ ഷോട്ടുകൾ ഇത്രയും പോരായിരുന്നു അല്ലേ. അപ്പൊ അവിടെ നിന്ന് അത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത്രയും അതായത് നിങ്ങൾ പുതിയ പുതിയ സാരികൾ കാണിക്കും, അത് കാണാൻ പ്രേക്ഷകരുണ്ടെന്നാണ്. അതുകൊണ്ട് ഇത് കാണാൻ ആളില്ലെങ്കിൽ ഇത് ചെയ്യൂ. അപ്പൊ കാണാൻ ആളുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റാത്തത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പുതിയ സാധനം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കാണാൻ ആള് വേണ്ടേ. കാണാൻ ആളുണ്ടെങ്കിൽ നമ്മൾ പുതിയ സാധനം കൊണ്ടുവന്നൊരു കാര്യം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ ആളുകൾക്ക് എത്തട്ടെ. നമ്മുടെ സീരിയലിലൂടെ ഗീതാ ഗോവിന്ദം ഇനി ഒരുപാട് എപ്പിസോഡുകൾ പോകണം. കാരണം ആളുകൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഒരു 1000 എപ്പിസോഡൊക്കെ നമ്മളിങ്ങനെ അതിന് സെലിബ്രേഷൻ ഒക്കെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു ശരിക്കും സീരിയലിലേക്ക്, അല്ലെങ്കിൽ ഒരു കലാപരമായിട്ടുള്ള ഒരു എൻട്രിയുടെ തുടക്കം എവിടെ നിന്നാണ്? കലാപരമായിട്ടുള്ള തുടക്കം 2ാം ക്ലാസ് തൊട്ട് നാടകം കളിച്ചു തുടങ്ങിയതാ. 2ാം ക്ലാസ്സിൽ നാടകമായിരുന്നു പ്രധാനം. കാരണം ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് കരകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്ന് ഒരു ഗ്രാമമായിരുന്നു, ഇന്നിപ്പോൾ സിറ്റി ആയ അവിടെ. അപ്പൊ അന്ന് നമ്മൾ അവിടെ നാടകത്തിന് വലിയ പ്രാധാന്യമായിരുന്നു. നമ്മളൊരു നാടക കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ ഒരു അമച്വർ നാടകങ്ങൾ ഒരുപാട് അമ്പലങ്ങളിൽ അമച്വർ നാടകങ്ങൾ കളിച്ച് ഞങ്ങൾ പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കി. പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ നല്ല പ്രൊഫഷണൽ ട്രൂപ്പ് ഒന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഞങ്ങൾ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയിരുന്നു. വളരെ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളൊരു 3-4 പേരാണ് തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു എന്താണ് എനിക്കൊരു ബേസ് കിട്ടി. എനിക്ക് സീരിയലിലോട്ട് എൻട്രി അല്ല കിട്ടിയത്, എനിക്കൊരു ബേസ് കിട്ടി. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 2-3 പേര് ശരിക്കും പറഞ്ഞാൽ നാടകം കൊണ്ട് തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. കടം കയറിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു നാടകത്തിൽ നിന്ന് പിന്നെ ഒരു ഇന്റർവ്യൂ വന്നു. ഇവിടുത്തെ സാന്ദ്ര കമ്മ്യൂണിറ്റി VTRAXന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. നമ്മുടെ ക്യാമറമാൻ ഉണ്ട് ശിവൻ ചേട്ടൻ വഴി വന്നു. അതൊരു നാടകം കളിക്കാൻ പോയപ്പോഴാണ് ശിവൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ചേട്ടൻ പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂ ചെയ്തു. ആദം അയ്യൂബ് സാറായിരുന്നു അന്ന് ഇന്റർവ്യൂ ചെയ്തത്. അതിനുശേഷം ചെറിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തീരെ പ്രാധാന്യമില്ലാത്ത ക്യാരക്ടറല്ല. ശരിക്കും സ്ത്രീജന്മം എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അതിനകത്ത് ഒരു ചെറിയ ക്യാരക്ടർ, അത് മായമ്മ എന്ന ക്യാരക്ടറിന്റെ പേര് മായമ്മ പെണ്ണ് കാണാൻ വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഒരു ഫുൾ സീക്വൻസ് അതായിരുന്നു. അത് ചെയ്തു. എന്നിട്ട് VTRAXന്റെ തന്നെ 2-3 സീരിയൽ അവരെനിക്ക് ഹീറോ ആയിട്ടും സപ്പോർട്ടിംഗ് റോളുമായിട്ട് തന്നു. അങ്ങനെ ഇൻഡസ്ട്രിയിലോട്ട്. 2ാം ക്ലാസ്സിലാണ് തുടങ്ങിയത്. ഒരു പ്രേമം തുടങ്ങിയതും ആ ഒരു ഏജിലാണോ? എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് സത്യം പറയാം. സത്യം 2ാം ക്ലാസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ശ്യാമാന്നാ പേര്. 2ാം ക്ലാസ്സിൽ എനിക്ക് ആ ശ്യാമ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. പേര് കൊണ്ട് മറക്കണം, ആലോചിച്ചു. എന്നെ അത് പഠിപ്പിച്ച ടീച്ചർമാരെ പേര് മറന്നു, സ്കൂളിന്റെ പേര് മറന്നു. ഇപ്പോഴും ഓർമ്മയില്ല, മോഹൻ പോലും ഓർമ്മയില്ല. 2ാം ക്ലാസ്സിൽ മേരിഗിരി പഠിക്കുമ്പോ അത് പ്രണയമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര ഒരു അട്രാക്ഷൻ, ഒരു ഇഷ്ടം. വർഷമായിട്ട് പേര് പോലും മറക്കായിരുന്നുണ്ട്. എല്ലാവരുടെ പേരും എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും അന്ന് കൂടെ പഠിച്ചു. എനിക്കറിഞ്ഞില്ല. ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, ജ്യോതിഷ് ഉണ്ട്, ഒരുപാട് ഇഷ്ടം. അപ്പൊ 2ാം ക്ലാസ്സിൽ തുടങ്ങി. ഡയറക്ടർ സാറിന് പ്രേമം ഉണ്ടായത് ഫസ്റ്റ് എപ്പോഴാണ്? ആലോചിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 10ാം ക്ലാസ്സിലാണോ? അല്ല, പ്രണയമൊക്കെ വന്നേക്കുന്നത് നമ്മുടെ ഉള്ളില് പ്രണയം ചിലപ്പോ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പ്രണയം നമുക്കുണ്ടാവുന്നല്ലേ, നമുക്ക് ഇങ്ങോട്ടില്ലല്ലോ, വൺ വേ ആണ്. അങ്ങോട്ട് പറയാൻ അങ്ങോട്ട് നമ്മള് ബോയ്സ് മാത്രം സെപ്പറേറ്റ്, ഗേൾസ് സെപ്പറേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടം തോന്നും, പ്രണയം ആരുടെ പറഞ്ഞിട്ടില്ല, ഒരാളുടെ അടുത്തും പറഞ്ഞു. ഇല്ല, പ്രണയം അങ്ങോട്ട് പറയാനായിട്ട് ഇവിടെ ഇരിക്കുന്ന പോലെ, ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പറയുന്നുണ്ട്. ആദ്യമായിട്ട്
പ്രണയം പറയാനായിട്ട് തോന്നും മനസ്സിൽ. അവിടെ ചെന്ന് പറഞ്ഞാലോ, അവിടെ വരെ ചെല്ലും, എന്നിട്ട് തിരിച്ചു ആദ്യമായിട്ട് പ്രണയം തോന്നി കുട്ടിയുടെ പേരുണ്ട്. ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു. രണ്ടാം ക്ലാസ്സിൽ അതുപോലെ ക്ഷാമയുണ്ട്, അതുപോലെ അത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു 2ാം ക്ലാസ്സിൽ ഇത്, 4ാം ക്ലാസ്സിൽ വർഷ, 7ാം ക്ലാസ്സിൽ വിജയം. ദൈവമേ ലിസ്റ്റ് ഏറ്റവും പോലെയാണോ ആരും കാണൂല അവര്. ഗീതുവിന് അങ്ങനെ ഒരു റിലേഷൻ സാധ്യതേട്ടൻ പറഞ്ഞ പോലത്തെ പ്രണയാണെങ്കിൽ എനിക്ക് 1ാം ക്ലാസ്സിലുണ്ടായിരുന്നു. എടാ കാണടാ ഹൈദരാബാദില് പേര് കൗശിക്. 1ാം ക്ലാസ്സില് 1ാം ക്ലാസ്സിൽ ഇതിന് തുറന്നു പറഞ്ഞോ? ഇല്ല പറയാം, അതും പറയാൻ പറ്റില്ല. നമ്മള് വീട്ടിൽ പിടിക്കുന്നു പേടിയെന്ന് 1ാം ക്ലാസ്സിൽ ഇതെങ്ങനെ ഞാൻ പറയും? അല്ല, അതൊക്കെ പ്രണയം നല്ലല്ലോ. അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, അവൻ കാണാൻ മുടിയൊക്കെ നല്ല സ്റ്റൈലായിരുന്നു. അങ്ങനെ എന്നെ പ്രണയം എന്നൊന്നും പറയാം. ചൈനയിൽ പോയിട്ട് 6 വർഷം കൊണ്ട് ഒരുപാട് ആരാധകരുണ്ടാക്കിയാണ്. അതെ. ചൈനയിൽ പോയി എത്ര രൂപ? ഞാനോ ആ ചൈനയിൽ എനിക്ക് ഇങ്ങോട്ടായിരുന്നു കൂടുതൽ ഫാൻസ്. ഞാൻ കുറെ വെടിക്കിട്ട് സത്യം പറ. അന്ന് നൂബിനുണ്ടായിരുന്നോ? അന്ന് നൂബിന് എനിക്ക് ആ ചൈനയെ വെച്ചിട്ടാണ് നൂബിനെ പരിചയപ്പെടുന്നത്. നൂബ് ചൈനയിൽ വന്നിട്ടുണ്ടോ? നൂബ് ചൈന വന്നിട്ടില്ല. ഞങ്ങള് റിലേഷൻ ആവുന്നത് ഞാൻ ചൈനയിൽ പഠിക്കുമ്പോഴാ. അങ്ങനെ കാണാതെ റിലേഷൻ ആണ്. അതൊക്കെ ഞാൻ കഥയൊക്കെ അതൊക്കെ പറഞ്ഞു. അത് ചാറ്റ് ചെയ്ത് ഞങ്ങൾ സെറ്റ് ആയത്. എന്താ അഭിപ്രായം? നൂബിന്റെ കാര്യം ആലോചിച്ചെന്ന് മനസ്സിലായി. ഞാൻ നൂബിന്റെ കാര്യം ആലോചിച്ചു. അവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്റെ ആദ്യത്തെ പറയാൻ പോകുന്നതാണ്. ഇപ്പൊ തന്നെ 3 പേര് വന്നു. അതിൽ ഞങ്ങൾ രണ്ടുപേരും നല്ല കട്ടക്ക് കോമ്പറ്റീറ്റ് ചെയ്യുന്നവരാണ്. ആരൊക്കെ? പ്രേമിച്ച കാര്യത്തിൽ നൂബിന് വേറെ പ്രേമുണ്ടായിരുന്നോ? ആണോ? അതിൽ അഭിമാനിക്കുന്നുണ്ടോ? അഭിമാനിക്കുന്നു ചേട്ടാ. അല്ല, പ്രണയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നത്. ചിലര് പറയും, ചിലര് പറയില്ല, ചിലര് ബ്രേക്കപ്പ് ആവും. അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ഈ നൂബിന് ഇപ്പൊ ഇതുപോലെ സീരിയലും ഇതിലൊക്കെ അഭിനയിക്കുമ്പോ ആരാധകരൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ചെറിയൊരു അസൂയൊക്കെ തോന്നുന്നുണ്ടോ നൂബിനോട്? അതിൽ ഞാൻ പറയട്ടെ, മുമ്പൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നൂബിന് കുറെ ഫാൻസ് പെൺകുട്ടികളായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം തളമാനം മാത്രം കഴിഞ്ഞു. സത്യം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ ചിലപ്പം ഞാൻ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും വന്ന് സംസാരിക്കാതെ. എങ്കിലും കുറെ കുട്ടികളൊക്കെ വരും. പക്ഷെ മുമ്പ് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം നൂബിൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ നൂബിന് വരാറുണ്ട്. ഞാൻ നൂബിന്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് മെസ്സേജസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം അത് കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പം അത്രയില്ല. ഇപ്പൊ നൂബിന് ഇനി അങ്ങോട്ട് അയച്ചാലും ഒറ്റ കാര്യം ഓഡിയൻസിനോടാണ് ശ്രദ്ധിച്ചേട്ടോ. നൂബിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ മെസ്സേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആരാ? ഇപ്പൊ ഞാനത് ഇപ്പൊ നൂബിനാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പേ പറഞ്ഞോട്ട് ഇനിയിപ്പോ ഞാനല്ല നൂബിനാണെന്നൊക്കെ. അല്ല, നൂബിൻ ഭയങ്കര സപ്പോർട്ടിങ് ആണ് കേട്ടോ. ആദ്യം നമ്മുടെ ഈ ഓരോ സീൻസ് ചെയ്യുമ്പോൾ സീൻസ് എഴുതി വരുമ്പോൾ നൂബിനോട് മാതാ ഇങ്ങനെ സീൻ എഴുതി വന്നിട്ടുണ്ട്, എന്ത് ചെയ്യേണ്ടത്? അപ്പം കുഴപ്പമില്ല, അതങ്ങ് ചെയ്തോ. അങ്ങനെ ആ ഒരു അവരുടെ ഒരു ഭയങ്കര സപ്പോർട്ടുണ്ട് കേട്ടോ. ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരു കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് ഈ പറയുന്ന പോലെ ഇതൊരു നമ്മുടെ പ്രൊഫഷൻ ആണെന്ന്. വേറൊരു കാര്യം വെച്ചാൽ നൂബിനും ഇതേ സെയിം ഇൻഡസ്ട്രിയിലായതുകൊണ്ട് നൂബിന്റെ വൈഫാന്നുള്ള കാര്യം പലർക്കും അറിയാം. നമ്മള് യൂട്യൂബ് വഴിയും അല്ലാതെയൊക്കെ അറിയാം, ഇന്റർവ്യൂസ് ഒക്കെ വഴി. അപ്പം എന്തെങ്കിലും ഇങ്ങനത്തെ സീൻസ് വരുമ്പോൾ കുറെ ആളുകൾ നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകള് ഇതിന് ഇതൊരു എന്റർടൈൻമെന്റ് ആണ് എന്നുള്ളൊരു കണ്ണിലൂടെ കാണാതെ ഇവന്റെ ഭാര്യയില്ലേ എന്നുള്ള രീതിയിലൊക്കെ വന്ന് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് രണ്ടുപേരും ഇതേ ഫീൽഡ് ആയതുകൊണ്ട് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേ എടുത്തിട്ടുള്ളൂ. എന്തായാലും എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ ഒരു സീൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ജെന്യുവൻ ആയിട്ട് പറയാം, നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കിടക്കുന്ന ഏകദേശം 30 മില്യനൊക്കെ അടിച്ച ഒരു വീഡിയോ ആണ് ആ സാധനം. ഞാൻ ഇവിടെ ബിന്നി താഴെ വീഴുമ്പോൾ ഞാൻ അറിയാണ്ട് ബിന്നിയുടെ മുഖത്ത് വന്ന് നിന്ന് ഒരു ഉമ്മ വയ്ക്കുന്ന ഒരു സീക്വൻസാണ്. ആ സീക്വൻസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ശരിക്കും അതിനകത്ത് വെച്ചാൽ അത് ചുമ്മാ വെറുതെ വെച്ചിരിക്കുന്നതല്ല, സീൻ എങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട്. കാരണം അതിനകത്ത് ബിന്നി താഴെ വീണ് കിടക്കുമ്പോൾ ഞാൻ ക്യാമറയുടെ 2 കാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറുന്നത്. നമ്മളതൊരു അപ്പൊ ഞാൻ വീണപ്പോ ഞാൻ സാർ അപ്പൊ ഞാൻ നേരെ ഇങ്ങനെ വീണ അതിലേ കൂടെ അല്ല, ക്യാമറയുടെ പുറകെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ആ കാലിന്റെ അടിയിൽ ആ ക്യാമറയുടെ കാലുണ്ടല്ലോ അതിന്റെ അടിയിൽ കൂടെ അങ്ങനെയാ ചെയ്യുന്നത് നമ്മൾ. ആൾക്കാർക്ക് ഒരു പറയുന്ന പോലെ ഭയങ്കര ക്ലോസ് ആണെന്ന് തോന്നും. കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി, എത്ര പേര് കണ്ടോണ്ടിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു രീതി,
അതൊക്കെ ആ സമയത്ത് അതൊക്കെ ആ സമയത്ത് ഇതൊക്കെ എങ്ങനെയെങ്കിലും സീക്വൻസ് ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് തോന്നും. കാരണം നമ്മൾ അത്ര കഷ്ടപ്പെട്ടായിരിക്കും ചില സീക്വൻസ്. നടുവ് വളഞ്ഞും ഒരു സൗകര്യം ഇല്ല, നമുക്ക് വയ്യാണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒതുങ്ങിക്കിരുന്നായിരിക്കും ചെയ്തെന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് ആഘോഷിച്ച ഒരു സീക്വൻസ് ഉണ്ട്. അത് നിറയെ പൊടിയായിട്ടുള്ള അല്ലെ, ഫുള്ള് വൈറ്റ് ഇട്ട് നമ്മൾ ചെയ്തോ, അത് നിറയെ പൊടിയാണ്. ആ പൊടിയിലാണ് നമ്മൾ ഒരു ഫസ്റ്റ് നൈറ്റ് സീക്വൻസ് ചെയ്തത്. ഇത് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അതും രാത്രി എത്ര 3 മണി 4 മണിക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. വെളുപ്പിനെ 3 മണി 4 മണിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയെ പ്രണയം ഫസ്റ്റ് നൈറ്റ് വെളുപ്പിന് 3 മണി. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ സാർ, നമ്മളെ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് തട്ടുകട ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. സാർ അത് 2 നായികമാരെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു ബെറ്റർ? കാരണം ആദ്യം നമുക്കൊരു നായിക ഉണ്ടായിരുന്നു, അത് മാറ്റി ഈ തട്ടുകട തന്നെ നമ്മൾ ആകെ ഒരു സീനേ ഉള്ളൂ. എനിക്ക് നമ്മളെല്ലാം കൂടെ 7-8 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. തുടക്കത്തില് അതെ, ആദ്യം ഒരു നായികയെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തു. ആ നായിക പോരാത്തോണ്ടല്ല, കുട്ടി നല്ല കുട്ടിയായിരുന്നു. അതിനകത്ത് നമ്മുടെ ഒരു ഏജിന്റെ ഒരു ഡിഫറൻസിന്റെ ഒരു പ്രശ്നം വെച്ചിട്ട് ചാനലിൽ നിന്ന് ഒന്നുകിൽ ഞാൻ മാറണം അല്ലെങ്കിൽ ആ കുട്ടി മാറണം എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അവര് എന്റെ അടുത്ത് വെച്ച് നിങ്ങൾ മാറുന്നു വെച്ചപ്പോൾ ഞാൻ പ്ലീസ് എന്റെ മാറ്റല്ലേ എന്ന് പറഞ്ഞ കാര്യം വിളിച്ചോണ്ട് ഞാൻ അവിടെ നിന്നു. അപ്പൊ അതിനുശേഷം ആ കുട്ടി നല്ല മനോഹരമായിട്ട് ചെയ്തല്ലേ. എന്നിട്ട് പിന്നെയും ചെയ്തപ്പോ സാറിന് എന്ത് തോന്നി? ആ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടിയല്ലായിരുന്നു. തുടക്കത്തിൽ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞു കുറെ പേര് വന്നായിരുന്നു. കുറെ പേര് വന്നേല് ബിന്നിനെയാ ഞാൻ പറഞ്ഞു, ബിന്നി കൊള്ളാം. അത് പറയുന്നത് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ കൂടെ ഓട്ടം. അല്ല, ഞാൻ ജിനേഷ് ഭായിയുടെ ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് നമ്മൾ കുറെ പേര് ഒന്ന് ഷൂട്ട് ചെയ്തു. ബിന്നി ഉണ്ടായിരുന്നു അന്ന് സീക്വൻസ് എടുക്കുന്ന സമയത്ത്. അന്ന് നമ്മൾ ആരും ഞാൻ ഹാപ്പി ആയിട്ടല്ല, അപ്പൊ സാറൊന്നും ഹാപ്പി ആയിരുന്നായിരിക്കും, എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ബ്ലൂ ചുരിദാർ ഇട്ട് വന്ന ബ്ലൂ ചുരിദാറായിരുന്നു. മമ്മൂട്ടിയുടെ പടത്തില് ആദ്യമായിട്ട് വന്ന ഒരു സോങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ അതല്ലേ എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു മാസത്തേക്ക് അല്ലേ ചൈന മമ്മൂട്ടി പോലും ഞെട്ടിപ്പോയെന്ന് ചൈനയിൽ ആർട്ടിസ്റ്റ് അഭിനയിച്ചു. ചൈനയിലൊക്കെ സംസാരിച്ചു എവിടെ കണ്ട മാതിരി തോന്നിയായിരുന്നു. പക്ഷെ അത് ബ്ലൂ ചുരിദാറൊക്കെ ഇട്ട് നമ്മള് പറഞ്ഞ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ചെയ്തു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ബാക്കി വന്നേക്കുന്ന കുട്ടീനൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അത് കുഴപ്പമില്ലാന്ന് തോന്നണു, ഒന്ന് നോക്ക്. എന്നിട്ട് പിന്നെ ചാനലിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ അവരാണ് ഫിക്സ് ചെയ്തത്. ചൈന ഭാഷ പറയിപ്പിച്ചോ? ഇല്ല, അടിപൊളിയായിട്ട് പറയും. ഞങ്ങൾ കുറച്ചു നേരം ചൈനീസിൽ സംസാരിക്കും. എന്തെങ്കിലും ചോദിച്ചോളൂ ചൈനീസിൽ മറുപടി. എന്തുണ്ട് എന്താണ് വിശേഷം? എന്താണെന്നൊക്കെ ചോദിക്കില്ലേ? നമസ്തേ പറയുന്നത് അതില്ല, നമുക്ക് ചൈന പാട്ട് അറിയാമോ? ഒരു ലൈൻ എന്തോ അത് കൊള്ളാം. ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ അതിനകത്ത്. ഒരു ഡാൻസ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ചൈനയിൽ കളിക്കുന്നത്. അതൊരു ചൈന പാട്ട് കളി. അല്ല, അത് മലയാളം പാട്ട് പാടാൻ ഒരിക്കലും പറയാം. കാരണം രാവില്ലാത്ത കുട്ടിയാ. അല്ല, അങ്ങനെ പറഞ്ഞാലൊക്കെ. അതല്ലാതെ നമ്മുടെ എന്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന വരുൺ എന്നാണ്. അവനെ ദേഷ്യപ്പെട്ട വരുൺ വരുൺ. എനിക്ക് ചില ഇത് വരില്ല, എനിക്ക് ടങ് ടൈ ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചൈനയിലേക്ക് വിട്ടു.
ചൈനയിൽ പോയി മലയാളം പഠിച്ച് നടി. ഓക്കെ. അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ടൈമുകൾ എല്ലാം ആയിക്കൊണ്ടിരിക്കല്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ 3 പേരെയും ഒരുമിച്ച് കിട്ടിയതിൽ. നമുക്ക് ഈ സീരിയലിന്റെ ഒരുപാട് വിശേഷങ്ങൾ ആളുകളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റി. എന്തായാലും വളരെ രസകരമാണ്. ഈ ഒരു എനർജി ആയിരിക്കും സെറ്റിൽ എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ സെറ്റിൽ ഒരിക്കലും ഒരു ബോറടി ഒന്നും ഉണ്ടാവില്ല. വളരെ നല്ല രീതിയിൽ ഇത്രയും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള 2 ആൾക്കാർ കൂടെയുണ്ട്. എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ഡയറക്ടറും എന്ത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുമാണ് കൂടെയുള്ളത്. വലിയൊരു ക്രൂ ആണ്. ഈ ടീം ഇതേപോലെ തന്നെ സക്സസ് ആയി മുമ്പോട്ട് പോകുന്ന പോലെ ഇനിയും ഒരുപാട് നാളുകൾ പോട്ടെ. ഈ സീരിയൽ ഒരുപാട് നാളുകൾ ആൾക്കാരിലേക്ക് എത്തട്ടെ. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.